എന്ത് പറ്റി ഇത്ര ചെറുപ്പത്തിലെ സുന്ദരിക്കുട്ടിക്ക് പോന്നേ? ഞാൻ തലശ്ശേരി മരിച്ചു വെച്ച് എന്റെ അയ്യോ, അത് കഷ്ടായി പോയി. നിക്ക് 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 നിക്ക്, അങ്ങനെ അങ്ങോട്ട് പോവാണോ? ആയിരിക്കുന്ന പത്രോസില്ലേ, ആ പത്രോസിന്റെ അടുത്ത് പോയിട്ട് പാസ് മേടിച്ചിട്ട് വേണം പോകാൻ. ആനക്കോട്ട് തോമസ് ഭാര്യ ആലിസ്, ഞാൻ തന്നെ. നിന്റെ കുടുംബം തിരുകുടുംബം പോലെ ഒരു മാതൃക കുടുംബമാണ്. നീ അനുഭവിച്ച കഷ്ടതകളും ക്ഷമയും സഹനങ്ങളും ദൈവസന്നിധിയിൽ സ്വീകാര്യമായിരിക്കുന്നു. ദരിദ്രരെയും രോഗികളെയും കഷ്ടത അനുഭവിക്കുന്നതിനെയും യേശുവിന്റെ നാമത്തിൽ ആശ്വസിപ്പിക്കുകയും പ്രാർത്ഥനയിലൂടെ അവരെ സഹായിക്കുകയും ചെയ്ത നിനക്ക് നിത്യ സ്വർഗീയ സ്വഭാവത്തിലേക്കുള്ള പ്രവേശനം ലഭിച്ചിരിക്കുന്നു. പോയിക്കൊള്ളുക. മോനെ പത്രോസേ, എംജിയുടെ പേര് ഒന്നുകൂടി ഒന്ന് നോക്കാമോ? ചേട്ടത്തിയുടെ പേര് ഇതുവരെയും കമ്പ്യൂട്ടറിൽ വന്നിട്ടില്ലല്ലോ. അയ്യോ, അന്നാ അവിടുത്തെ പരിപാടികളൊന്നും കഴിഞ്ഞു കാണില്ലായിരിക്കും. അതിനെന്താ, ജോസൂട്ടി ചിലപ്പോ അമേരിക്കയിൽ വന്നു കാണില്ല. ആ പിന്നെ മാത്തുക്കുട്ടി ലണ്ടനിൽ എന്തായാലും വരാൻ വഴിയില്ല. ഇന്ന് ഹോളിഡേ അല്ലേ, ബാഗ് ബുക്ക് ചെയ്ത് പോയിണ്ടാവും. അവൻ ടിക്കറ്റ് എടുക്കാൻ എന്തായാലും ലേറ്റ് ആവും. ഓടി നടന്ന് ബാങ്കിയല്ലേ, ആ കുഞ്ഞ് ക്ഷീണിച്ചു പോയിണ്ടാവും. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ ഹലോ, ആ വല്യസുട്ടി, ഇതാ ഉമ്മച്ചിയുടെ മോനെ. ചില്ലുകൊണ്ടില്ല. ആവൂ, എന്റെ മക്കൾക്കൊക്കെ എന്താ ഒരു സ്നേഹം എന്നോട്. പിന്നെ അച്ഛൻ നല്ല വേണ്ട മുടി കഴിക്കോണ്ടേല, നിറച്ചു പൂക്കളും ഇടുന്നു. അഞ്ചച്ഛന്മാരാ. ആ മേത്രാനച്ഛനെ കിട്ടാനില്ലെന്നാ. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, മേത്രാനച്ഛനില്ലാണ്ട് എന്റെ ശരീരത്തിൽ ചവിട്ടി തൊട്ടു പാടുന്ന. ആ പിന്നെ മക്കളും മരുമക്കളും എല്ലാരും ഇന്ന് കരയില്ലേ. ആ ജോലിക്ക് വരെ മഹാപള്ളിയാ. അവിടെ നല്ലതായിട്ട് പിന്നെ പിന്നെ വേണമെങ്കിൽ ഒരു മൈക്ക് സെറ്റും പിടിപ്പിച്ചോ. എല്ലാവരും കേൾക്കട്ടെ. അമ്മച്ചിക്ക് നിങ്ങൾക്ക് മക്കളോട് സ്നേഹം. ആ പിന്നെ ഇതിനോടാ സിനിമ വീഡിയോ ജോസൂട്ടിക്ക് അമേരിക്ക പോകുമ്പോ കാണിക്കാനായിട്ട്. ആ ശരിയല്ല. ഓക്കെ ഓക്കെ ഓക്കെ. മോനെ, എന്റെ പേര് ഇതുവരെ വന്നില്ലേ? ഇല്ലേ ചേട്ടത്തിയുടെ പേര് ഇതുവരെയും കമ്പ്യൂട്ടറിൽ വന്നിട്ടില്ല. എന്ത് പറ്റി? അപ്പൊ കള്ളനാലേ. എന്നിട്ട് എന്ത് പറ്റി എനിക്ക് പോരാൻ?
രാഷ്ട്രീയക്കാരും എല്ലാവരും നല്ല മനുഷ്യരാണ്. അപ്പൊ നീയാണല്ലേ എന്റെ വീട്ടിൽ കയറി 40,000 രൂപ മോഷ്ടിച്ചത്. നിനക്ക് എന്റെ താലിമേള വേണ്ടല്ലേ? നീ നിങ്ങൾക്ക് നരകത്തിലോട്ട് പോവാം. അല്ല സ്വർഗത്തിലേക്ക്. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്യുന്നു. ലോകത്തോടുള്ള മൈത്രി സ്വർഗത്തിലെ ദൈവരാജ്യത്തിലുള്ള ശത്രുതയാണ്. വഞ്ചിച്ച് കരയിച്ചും മോഷ്ടിച്ചും സ്വാർത്ഥികളായ സ്വർഗരാജ്യത്തെ പ്രവേശനമില്ല. നിന്നെ പോലെ നിന്റെ അയൽക്കാരെ സ്നേഹിക്കും. എനിക്ക് ഈ ചെറുക്കന്മാരെ കാണുമ്പോഴാ വല്ല കൈക്കൂലി കൊടുക്കാന്ന് വെച്ചാ എല്ലാം ബാക്കിലായി പോയി. താലിമാല വരെ മകളൂരി മേടിച്ചില്ലേ? ഔ. ഏ. ഏ. ഇളകി. ഇളകി. ഗ്യാസ് ഇളകി. ഗ്യാസ് ഇളകി അമ്മച്ചിയുടെ. മോനെ ഒന്ന് പേര് വിളിക്കടാ. എന്നെ ഒന്ന് പറഞ്ഞു വിട്. മോനെ എന്റെ പേര് വന്നോ? എന്താ കാര്യം? ഒരു കൂട്ടം ആൾക്കാർ വരുന്നുണ്ടല്ലോ. എന്ത് പറ്റി? എല്ലാരും കൂടെ ഒന്നിച്ചിങ്ങോട്ട്. ഞങ്ങൾ ഒന്നിച്ചു മരിച്ചു. ഇത് ഞങ്ങളുടെ 2 കുട്ടികൾ. ഇത് എന്റെ ഭർത്താവ്. ഇതെങ്ങനെയാ ഒന്നിച്ചു മരിക്കണേ? എന്താ വല്ല ഭൂമി കുലുക്കോ അതവന്റെ സുനാമിയോ? ഞങ്ങൾ പാവപ്പെട്ട കർഷക കുടുംബമായിരുന്നു. കടം വന്ന് കാട് കയറി കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വന്ന അഭിമാനം ഞങ്ങളെ കരുതാടി. ഞങ്ങൾ 2 കുട്ടികളെ കിണറ്റിലിട്ട് കൊടുത്ത് ഞങ്ങൾ 2 പേരും ആത്മഹത്യ ചെയ്തു. ഇതൊക്കെ നന്നായത്. ഈ കുഞ്ഞു കുട്ടികളെ കൊണ്ടിട്ട് വല്ല കാര്യം ഉണ്ടായിരുന്നോ? പാറക്കാട്ട് രാഘവൻ മകൻ നിതീഷ്, മകൾ നിധി. അതേപടിയുണ്ട്. നിരപരാധികളും നിഷ്കളങ്കരുമായ കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാം. പാറക്കാട്ട് രാഘവൻ, ഭാര്യ ലതിക, നിങ്ങൾ ധനത്തിന്റെയും സുഖഭോഗത്തിന്റെയും കൂടെ സഞ്ചരിച്ചു, തിന്നും കുടിച്ചു, സുഖിക്കണമെന്നുള്ള ചിന്ത മാത്രം. അതിന്റെ ഇടയിൽ മരണത്തെക്കുറിച്ചോ നിങ്ങളുടെ ആത്മാവിനെ കുറിച്ചോ നിങ്ങൾ ചിന്തിച്ചില്ല. മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാക്കുന്നത്. ദൈവവചനം ശ്രവിക്കാതെ നീ തിരഞ്ഞെടുത്തത് തിന്മയുടെ അന്ധതയാണ്. പോകൂ. അയ്യോ കൊച്ചുദേശേ, ഞാൻ യേശു യേശുവേ. മകളെ, നീ ജീവനോടെ ഇരുന്നപ്പോൾ ചെയ്ത തെറ്റുകൾ പോലും സ്വർഗത്തിലെ വാതിൽ നിന്റെ നേരെ അടച്ചു. ഞാൻ മോഷ്ടിച്ചിട്ടില്ല. ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല. ഞാൻ ആരും പിടിച്ചു വന്നിട്ടില്ല. നീ ഭൂമിയിലായിരുന്നപ്പോൾ യേശുവെ പറഞ്ഞു, അസൂയപ്പെട്ടത് എന്റെ കൽപ്പനപ്രകാരം സ്ഥാനപ്പെടാതെ വിശുദ്ധ ജീവിതം നയിക്കാത്തതും എന്റെ സ്ഥാനം നീ മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുത്തപ്പോൾ ഞാൻ നിന്റെ ആത്മാവിനെ മോചിപ്പിച്ചു. അതിനാൽ നിന്നെ
ജീവിക്കും.